voice of God. God through evangelist Shaji Joseph. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. പ്രാർത്ഥനയും ആത്മലോകവും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ആത്മലോകത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നില്ല? യോഹന്നാൻ 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന കേട്ട് കടന്നു വന്ന യേശുവിനെ മാർത്ത ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വന്ന് എതിരേറ്റിട്ടും മറിയ വന്ന് വിളിക്കുന്നതുവരെ യേശുവിന് ബഥാന്യ എന്ന ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? ആരാണ് യേശുവിനെ തടുക്കുന്നത്? പ്രാർത്ഥനയിലെ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥനയും ആത്മലോകവും എന്ന ഈ തിരുവചന സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദി വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര. വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. ലോകത്തിന്റെ തത്വങ്ങളും കുഞ്ഞെ നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് കുഞ്ഞെ നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം കുഞ്ഞെ നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്ക് ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും സ്റ്റോപ്പ്. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അറിവിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. എന്നാൽ യോഹന്നാൻ 6:57 കർത്താവ് ശിക്ഷാവിധിയല്ല രക്ഷാവിധി പ്രഖ്യാപിച്ചു. നീ എന്നെ തിന്നാൽ ഞാൻ മൂലം ജീവിക്കും. മനുഷ്യവർഗം മുഴുവൻ ശിക്ഷാവിധി യാത്രയെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് മനുഷ്യന് ഇത് അറിഞ്ഞുകൂടാ. ഇതൊന്ന് മനസ്സിലായാൽ ഇന്ന് ലോകത്ത് വലിയ തർക്കം നടക്കുക. റോമ 8:1 ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് തർക്കിക്കുക. ഇതൊന്ന് മനസ്സിലായാൽ പിന്നെ ആ തർക്കം അതോടുകൂടി തീരും. മനുഷ്യവർഗത്തിനുണ്ടായ ഏറ്റവും വലിയ ട്രാജഡി ഇനി വരാൻ പോകുന്ന അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നന്മയായാലും തിന്മയായാലോ അതിന് തക്കവണ്ണം നാം പ്രാപിക്കണം എന്നുള്ള ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പ് നിൽക്കുന്നതല്ല. ഏറ്റവും വലിയ ട്രാജഡി സംഭവിച്ചിരിക്കുന്നത് ഉൽപ്പത്തി 2:17. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അറിവിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം അത് കഴിച്ചു. ആ ശിക്ഷാവിധി ആദത്തിന്റെ മേൽ വന്നു, ആദത്തിന്റെ തലമുറയുടെ മേൽ വന്നു, നമ്മുടെ മേൽ വന്നു. ഇന്ന് ദൈവം മരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ ചിന്തയിൽ ആ മരണം ഒരു നിമിഷമല്ല. കാരണം മരിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം മരിച്ചു. പക്ഷേ ആ മരിച്ചെന്ന് നമ്മൾ കരുതിയ ആദം വീണ്ടും 930 വർഷം ജീവിക്കുക. ആദം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് മാത്രമല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളാണ്: സ്പിരിറ്റ്,
സോൾ, ബോഡി. മനുഷ്യൻ മരിക്കുന്നു പറഞ്ഞാൽ നിന്റെ മൂന്നിലൊന്ന് മരിക്കും എന്നല്ല പറഞ്ഞേ. മനുഷ്യൻ മരിക്കുന്നു പറഞ്ഞാൽ മനുഷ്യന്റെ സ്പിരിറ്റ്, സോൾ, ബോഡി, ഇത് മൂന്നും മരിക്കും. ഇതാ മനുഷ്യന്റെ മരണം. കാൽ മരണമല്ല, അരമരണമല്ല, മുക്കാൽ മരണമല്ല, കംപ്ലീറ്റ് മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോ ആദം അത് ഏറ്റെടുത്തു. ആ ഫലം കഴിച്ചു. ആ നിമിഷം ആദത്തിന്റെ ആത്മാവ് മരിച്ചു. ആദം ദേഹിയിലും ശരീരത്തിലും മരിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം റോമ 5:12 പറയുക, ഏക മനുഷ്യനാൽ പാപവും, എന്നെ ശ്രദ്ധിച്ചോളണേ, പാപത്താൽ മരണവും ലോകത്തിൽ കയറി. മരണം കയറി. ആദത്തെ കയറി മരണദൂതം കയറി അങ്ങ് പിടിച്ചു. കാരണം എനിക്കിനി റൈറ്റ് ഉണ്ട്. നിന്നെ കൊല്ലാനുള്ള റൈറ്റ് എനിക്കുണ്ട് പിതാവിൽ നിന്ന്. തിന്നുന്ന നാളെ നീ മരിക്കും. ഇനി നീ മരണപര്യന്തം എന്റെ തടവില. ഹലോ ഹലോ, പിടുത്തം കിട്ടിയോ? ആദമേ, ആദത്തിന്റെ ഉള്ളിലുള്ള ലോകത്തിലെ സകല ജനസമൂഹമേ, നിങ്ങളെല്ലാം മരണപര്യന്തം ഇനി എന്റെ തടവില എന്ന് മരണം ഉറക്കെ വിളിച്ചു പറയുകയാ. 5:12 വായിച്ചു. റോമൻസ് 5:12. അതുകൊണ്ട് ഏക മനുഷ്യൻ ആദം, ആദത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കണ്ടോ? ആദത്തിന്റെ ടെറിട്ടറിയിൽ ആര് കയറി? പാപം കയറി. പാപത്താൽ മരണം, മരണദൂതനകത്ത് കയറി. ഈ അവസാനത്തെ ശത്രു എന്ന് പറഞ്ഞ ശത്രു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ആര് ഈ അവസാന ശത്രു? ദൈവത്തിന്റെ വചനം പറയുന്ന അവസാന ശത്രു മരണം. ആദ്യം കയറിയത് മരണം തന്നെയാ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കയറി. നമ്മുടെ അധികാരത്തിൽ മരണം കയറിയെന്ന് മനസ്സിലായോ? എന്തിനാ? ഉമ്മ വയ്ക്കാനാ? അല്ല, ശിക്ഷാവിധി പൂർത്തിയാക്കാനാ കയറിയത്. ഏത് ശിക്ഷാവിധി? തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇപ്പൊ നിന്റെ ആത്മാവിനെ മാത്രമേ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിന്റെ സോളിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, നിന്റെ ശരീരത്തെ സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നിന്റെ ഒന്നാം മരണം ഞാൻ പൂർത്തിയാക്കും. ശിക്ഷാവിധി ഞാൻ പൂർത്തിയാക്കും. അങ്ങനെ ഒന്നാം മരണം നിനക്ക് പൂർത്തിയായാൽ രണ്ടാം മരണത്തിന് നിനക്ക് യോഗ്യതയായി. മരണദൂതനകത്ത് കയറി. എബ്രായ ലേഖനം 2:15 പറയുക, മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെ. എങ്ങനെ? 2:15 വായിച്ചു കുഞ്ഞ്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. മരണത്തിന്റെ അധികാരി. മരണത്തിന്റെ അധികാരി. എന്തിന്റെ അധികാരി? തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം. ജീവപര്യന്തം. എത്ര നാള്? ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും. ജീവപര്യന്തം മരണത്തിന് അടിമകളാ. ജീവപര്യന്തം മരണത്തിന് അടിമകളാ. ഹല്ലേലൂയ. മരണഭീതിയാ. ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും. മോളെ പിടിച്ചോ. എത്ര നാളത്തേക്കാ? ജീവപര്യന്തം ഇവൻ അടിമയാണ്. കാരണം ഉൽപ്പത്തി 2:17, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആർക്കും റിവർട്ട് ചെയ്യാൻ പറ്റത്തില്ല, തിരിക്കാൻ പറ്റത്തില്ല. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഗ്ലോറി. നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. പിതാവിന്റെ ഭവനത്തിൽ ആയിരുന്ന ആദം ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. തിന്മ ചെയ്തതോടെ, പാപം ചെയ്തതോടെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കയറി. കൊല്ലുവാൻ കൊണ്ടുപോകുന്നവനെ പോലെ ഇതാ ആത്മാവിൽ മരണം സംഭവിച്ച ആദത്തെ ദേഹിയും ശരീരവും മരിച്ചിട്ടില്ല. അവനെ കൊണ്ടുപോവുക കൊല്ലാൻ. അവനെ കൊണ്ടുപോവുക കൊല്ലാൻ. എന്തെങ്കിലും ഒരു തെളിവ് പറയാമോ കൊല്ലുകയാണെന്ന്? സഹോദര, സഹോദരി,
നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ത്വക്കുണ്ടല്ലോ, ഈ ത്വക്ക് ഞങ്ങൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അടുത്തവൻ്റെ കൈയിട്ട് പിടിച്ചൊക്കെ ഞെക്കും, അങ്ങോട്ട് ഉരയ്ക്കും. അപ്പോൾ ഈ ചെളി ഇളകും. അപ്പോൾ ഞങ്ങൾ പറയും, ഛേ പോയി കുളിച്ചിട്ട് വേടാ, ഇത് എന്തുവാടാ അതിൻ്റെ ശരീരം മുഴുവൻ ചെളി ഇളകുക. ശരിക്കും പറഞ്ഞാൽ ചെളിയല്ല, അത് ത്വക്ക, നമ്മളുടേതായ സ്കിന്നാണ്. സ്കിന്ന് ഈ മുകളിലേക്ക് ലോകത്തോട് ഇത് പറ്റും തോറും, ലോകത്തിലേക്ക് അപ്പിയർ ചെയ്യും തോറും സ്കിന്ന് മരിക്കുകയാണ്, സ്കിന്ന് ചാവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന സ്കിന്നുണ്ടല്ലോ, ഒന്ന് കണ്ടേ, നോക്കിയേ. ഈ സ്കിന്ന് 23-28 ദിവസത്തിനുള്ളിൽ ഇത് ചത്ത് പോയി പുതിയ സ്കിന്ന് വരും. ഈ സ്കിന്നുണ്ടോ, നമ്മളിത് അറിയുന്നില്ല. ഓരോ നിമിഷവും നമ്മുടെ സ്കിന്ന് ലോകത്തോടടുക്കുന്നതോറും ചാകുകയാണ്, ലോകത്തോടടുക്കുന്നതോറും ചാകുകയാണ്. പക്ഷെ ശ്രദ്ധിച്ചോളണം, അകത്ത് ഒരു പ്രൊഡക്ഷനും കൂടെ ഉണ്ട്. നമ്മുടെ അകത്തുനിന്നൊരു പ്രൊഡക്ഷനും കൂടെ ഉണ്ട്. അകത്തുനിന്ന് പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് ആ ചത്തതിന് റീപ്ലേസ്മെന്റ് കിട്ടുന്നേ. മനസ്സിലായോ? അതായത് ആത്മമണ്ഡലത്തിലേക്ക് അടുക്കുന്തോറും പ്രൊഡക്ഷനാ, ലോകമണ്ഡലത്തിലേക്ക് അടുക്കുന്തോറും മരണമാ. പിടുത്തം കിട്ടുന്നുണ്ടോ? പിടുത്തം കിട്ടുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ ഏകദേശം 23 മുതൽ 28 ദിവസം കൊണ്ട് നമ്മളുടെ ഇപ്പോഴുള്ള സ്കിന്ന് മുഴുവൻ ചത്ത് പുതിയ സ്കിൻ അകത്തുനിന്ന് വന്നിരിക്കും. ഇതാ ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാ. ഈ സ്കിന്ന് ചാകാൻ കാരണമെന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു. എന്താ സ്കിന്ന് ചത്തോണ്ടിരിക്കണേ കുഞ്ഞേ? മരണദൂതൻ തന്റെ ഡ്യൂട്ടി എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക, തന്റെ ഡ്യൂട്ടി എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചത്ത് 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 അവസാനം നമ്മുടെ അകത്തുനിന്നുള്ള പ്രൊഡക്ഷനും കുറയും. അവസാനം നമ്മുടെ തൊലിയൊക്കെ ഇങ്ങനെ വിണ്ട് 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 എന്തോ സംഭവം. മരണദൂതൻ തന്റെ എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഏമേ, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന് ഒരു ദിവസം എന്ന് വെച്ചാൽ എത്ര വർഷമാണെന്ന് അറിയോ നിങ്ങൾക്ക്? 2 പീറ്റർ 3:8 പറയുക, ദൈവത്തിന് ഒരു ദിവസം വെച്ചാൽ 1000 വർഷമാണ്. 1000 വർഷത്തിനുള്ളിൽ നീ തീരും. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചാൽ മതി. ഒരെണ്ണം പോലും 1000 ക്രോസ് ചെയ്തിട്ടില്ല. ഈവൻ ആദം 930. ഏറ്റവും കൂടുതൽ പ്രായം ഉള്ള ആരായിരുന്നു? മെതുശലേം. എത്രയാ? 969. മനസ്സിലായോ? ഒരു ദിവസത്തിനുള്ളിൽ എല്ലാം അവസാനിക്കുക. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, 930 വർഷം കൊണ്ട് ഈ മരണദൂതൻ ആദത്തിന്റെ ശരീരത്തെ ദ്രവിപ്പിച്ച് 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 അവസാനം ആദം മരിച്ചു. ശരീരം മരിച്ചു, ഭൂമിയിൽ അടക്കപ്പെട്ടു. തന്റെ സോള്, തന്റെ ദേഹി ഇതാ പാതാളത്തിലേക്ക്, ഷിയോളിലേക്ക് കടന്നുപോയി. അതോടുകൂടെ 1ാം മരണം ആദത്തിൻ്റെത് പൂർത്തിയായി. ആമേൻ. സ്പിരിറ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു, ശരീരം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു, ബോഡി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു, സോൾ, ദേഹി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. സ്പിരിറ്റ്, സോൾ, ബോഡി, ഇത് 3 സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ആദം മരിച്ചു. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ജയിക്കാനായി വീണ്ടും ജനിച്ച ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പുകളിലും ലഭ്യമാണ്. 1ാം മരണം പൂർത്തിയായി. ഇനിയിപ്പോ എന്തിന് റെഡിയായി? 1ാം നില കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിന് റെഡിയാ? 2ാം മരണത്തിന് റെഡിയായി കിടക്കുക. അമ്മേ,
ഒന്നാം മരണം കഴിഞ്ഞവന് രണ്ടാം മരണം, ഇതാ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചതുപോലെ സെക്കൻഡ് ഡെത്ത് റെഡിയായി കിടക്കുകയാണ്. ദാറ്റ് ഈസ് എറ്റേണൽ ഡെത്ത്, ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയിലേക്ക് എടുത്തെറിയുകയാണ്. മനുഷ്യൻ മുഴുവൻ ഈ യാത്രയില. ഏത് യാത്ര? ശിക്ഷാവിധി യാത്ര. തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ ഈ ശിക്ഷാവിധി യാത്രയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യന്റെ മുമ്പിലാണ് ഇതേ പിതാവ് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നിട്ട് അടുത്ത ഒരു വിധി, രക്ഷാവിധി. മനസ്സിലായോ? അതാ പറഞ്ഞ, ഇത്ര വലിയ രക്ഷയെ കുഞ്ഞെ നിനക്ക് തന്നിട്ട് നീ ഗൗനിക്കാതെ പോയാൽ പിന്നെ എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിയും? ഗ്ലോറി, ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ മുമ്പിലാണ് ഇതാ യേശു ക്രിസ്തു കടന്നു വന്ന് തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിലാണ് യേശു ക്രിസ്തു വന്നിട്ട് മരണത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിർത്തലാക്കുന്നത്. ഹി അബോളിഷ് ഡെത്ത് എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. മരണത്തിന് നീക്കം വരുത്തുകയാണ് യേശു വന്നിട്ട്. ഇതാ മറ്റൊരു വിധി. രണ്ടും തീറ്റയുടെ കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ വിധി, നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. അത് ശിക്ഷാവിധിയാണെങ്കിൽ അതേ പിതാവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിട്ട് ഇതാ അടുത്തൊരു വിധി വിധിക്കുകയാണ് യേശുവിലൂടെ. നീ എന്നെ തിന്നാൽ ഞാൻ മൂലം ജീവിക്കും. ഗ്ലോറി. കരത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. നിങ്ങൾക്ക് സന്തോഷം ഇല്ലയോ ഈ വിധി കേട്ടിട്ട്? ഈ വിധി കേട്ടിട്ട് സന്തോഷം ഇല്ലയോ? ഹല്ലേലൂയ. ഈ വിധിയിലാണ് നമ്മൾ കേറിയത് കൊണ്ടാ നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നേ. മനസ്സിലായോ? എന്തിൽ നിന്നാ രക്ഷിക്കപ്പെട്ടെ? ഇപ്പൊ പിടുത്തം കിട്ടും. രക്ഷിക്കപ്പെട്ട എന്തിൽ നിന്നാ? ഇപ്പൊ മനസ്സിലായോ എന്തിനാ രക്ഷിക്കപ്പെട്ടെന്ന്? ഈ ഇതുവരെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനിയോ നമുക്ക് ഇനി അടുത്തൊരു ഒരു ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്നാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നാം മരണയാത്രയിലായിരുന്നു. യേശുവിനെ സ്വീകരിച്ച നിമിഷം മരണപര്യന്തം, ജീവപര്യന്തം മരണത്തിന് അടിമയായിരുന്ന എന്നെയാണ് യേശു വിടുവിച്ചത്. യേശുവിനെ തിന്നാൽ, മീൻസ് യേശുവിനെ സ്വീകരിച്ചാൽ നീ ജീവിക്കും. മനസ്സിലായോ? റോമ 8 ഒന്ന് ക്ലിയർ ആകുമ്പോ. ആമേൻ, ഹല്ലേലൂയ. ഉടനെ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജനം, തീപ്പൊയ്കയിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജനത്തിന്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചപ്പോ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ യേശുവിന്റെ അടുക്കിലെത്തി. ആമേൻ. എന്റെ ആടുകൾ, എല്ലാ ആടുകളും അല്ല, എന്റെ ആടുകൾ എന്റെ സ്വരം തിരിച്ചറിയും, അവർ എന്നെ അനുഗമിക്കും. ഗ്ലോറി എന്ന് പറഞ്ഞ അനുഗമിക്കും. ഒന്നുകൂടി പറഞ്ഞ അനുഗമിക്കും. ഒന്നുകൂടി പറഞ്ഞ അനുഗമിക്കും. അവർ എന്നെ അനുഗമിക്കും. അതിന്റെ ഫലമായി ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആദ്യം ഞാൻ അവരുടെ ശിക്ഷയിൽ നിന്ന് അവരെ വിടുവിക്കും. അതിന്റെ പേരാ നമ്മൾ പറയാറില്ലേ സാൽവേഷൻ. രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചോദിക്കണേ. നമ്മൾ പലരും അതാണ് സ്വർഗരാജ്യം അവകാശമാക്കിയെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടു. അവിടെ നിർത്തി, അവിടെ നിർത്തി. യേശുവിനെ ക്രിസ്തുവായി സ്വീകരിച്ചു, അവിടെ നിർത്തി, അവിടെ നിർത്തി. ഹല്ലേലൂയ. സുബോധമില്ലാത്ത ജനത്തോട് അത്രയും പറഞ്ഞ് നിർത്തിയാൽ അവർ ചിന്തിക്കും ഇത് ഒറിജിനൽ നോട്ടാ. ഹല്ലേലൂയ. അവരവിടെ നിന്നു, അടുത്ത മെയിൻ പാർട്ടിലേക്ക് പോയില്ല. ശ്രദ്ധിച്ചേ, ഇനി താഴെ യേശു യാത്രയെ, ശിക്ഷായാത്രയെ രക്ഷായാത്രയാക്കി മടക്കി. ആമേൻ. യേശുവിനെ സ്വീകരിച്ചാൽ നമ്മുടെ ശിക്ഷായാത്ര സ്റ്റോപ്പായി. യേശു പിന്നെ രക്ഷായാത്രയ്ക്ക് മടക്കി. പക്ഷെ മടങ്ങിപ്പോകാൻ നമ്മൾ തയ്യാറല്ലെങ്കിലോ യേശുവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ പ്രശ്നം ജനം മടങ്ങിപ്പോകുന്നില്ല. ഇന്നത്തെ പ്രശ്നം ജനം മടങ്ങിപ്പോകുന്നില്ല, യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായ രീതിയിൽ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്.
ലോകത്തിന് അനുരൂപമായ രീതിയിൽ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. ഇവരുടെ അടുക്കിലേക്ക് ഒരു പുതിയ ദൈവം ഇറങ്ങിയാൽ, ഇപ്പം ഇഷ്ടമായ പുതിയ ദൈവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു പുതിയ ദൈവം ഇറങ്ങിയാൽ അവരെങ്ങനെ സ്വീകരിക്കും? ഇതേ രീതിയിൽ യേശുവിനെ സ്വീകരിച്ച് ഈ പുതിയ ദൈവത്തെ ഈ ജനം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആ പുതിയ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണോ, അതോ തങ്ങളുടെ ഇഷ്ടം ആ ദൈവം നടത്തി തരാനാണോ? തങ്ങളുടെ ഇഷ്ടം ആ ദൈവം നടത്തി തരണം. അതിനു വേണ്ടി നിനക്ക് ഓയിലോ ഇത്തിരി എണ്ണയോ അല്ലെങ്കിൽ ഇത്തിരി പൂമാലയോ 2 വെടിക്കെട്ടോ എന്ത് നടത്താനും ഞാൻ തയ്യാറാ. അമ്മേ, ഇങ്ങനെ വിഗ്രഹങ്ങളെ സേവിച്ചും ഈ ലോകത്തിന്റെ രീതിയിൽ ദൈവങ്ങളെ സേവിച്ചു നിൽക്കുന്ന ജനത്തിന്റെ അടുക്കലേക്ക് യേശുവിനെ നാം ആ രീതിയിൽ പ്രസന്റ് ചെയ്താൽ ഇവരും അതേ രീതിയിൽ യേശുവിനെ സ്വീകരിക്കും. യേശു വന്നത് നമ്മളെ പിതാവിന്റെ അടുക്കിലേക്ക് മടക്കി കൊണ്ടുപോകാനാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്ലോറി. യേശു വന്നത് ശ്രദ്ധിക്കുക, മരണത്തിലേക്ക്, പിതാവിന്റെ വീട്ടിൽ നിന്ന് മരണവിധിയിൽ അകപ്പെട്ട് 1-ാം മരണം തുടർന്ന് 2-ാം മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിക്ഷാവിധിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ, അവരെ ആ ശിക്ഷാവിധിയിൽ നിന്ന്, ആ ജീവപര്യന്തമുള്ള തടവിൽ നിന്ന് വിടുവിച്ച് അവരെ തിരിച്ച് സ്വർഗീയ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് യേശു വന്നത്. ആമേൻ. അല്ല, അവരെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് വീണ്ടും അവരെ തള്ളിക്കളയാനല്ല. മത്തായി 7-ാം അധ്യായം 21, 22, 21 വാക്യങ്ങളിൽ ആ ദൈവത്തിന്റെ ദാസന്മാർ അത്ഭുതങ്ങൾ ചെയ്തവർ, അടയാളങ്ങൾ ചെയ്തവർ, രോഗികളെ സൗഖ്യമാക്കിയവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, പ്രവചിച്ചവർ, അവർ രക്ഷിക്കപ്പെട്ടവരാ. അവർ യേശുവിനെ ക്രിസ്തുവായി സ്വീകരിച്ചവരാ. അവർ യേശുവിന്റെ നാമത്തിൽ ഓടി നടന്നവരാ. ജീവകാലം മുഴുവൻ അവർ ഓടി നടന്നവരാ. പക്ഷെ കർത്താവ് എന്താ ചെയ്തേ? അവരെ തള്ളി. സഹോദര സഹോദരി, ദൈവദാസന്മാർ, നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഓടി ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തിയുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കാനാണോ അവിടെ ചെല്ലാൻ പോണേ? ആ വാക്ക് കേൾക്കുമ്പോ എന്തായിരിക്കും? നമ്മുടെ അകം ഞെട്ടിപ്പോകും. നിങ്ങൾ ഞെട്ടിപ്പോകും. എങ്കിൽ സഹോദര, ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം ഒരു നിമിഷം നിൽക്ക്. പോകുന്നതിന് മുമ്പ് ദൈവത്തിന് പറയാനുള്ളത് ഒന്ന് കേട്ടിട്ട് പോ. നിങ്ങളും നിങ്ങളുടെ ആടുകളുമായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക ഭവനത്തിലേക്ക് പോകും. 10 ലക്ഷം പേരുമായി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് 10 പേരുമായി സ്വർഗത്തിലേക്ക് പോകുന്നതല്ലേ? കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാ. കണ്ടെത്തുന്നവരാ ചുരുക്കം, കടക്കുന്നവരല്ല. കടക്കണമെങ്കിൽ നീ പോരാടണം. ഇതാരുമെന്നതിന യേശുവിന്റെ വാക്ക് തിരുവചനത്തിലൂടെ മുഴങ്ങി കേൾക്കുമ്പോ വളരെ സുഖമായി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഇന്ന് ലോകത്ത് തുറന്നു കിടക്കുകയാ. അതെല്ലാം ശത്രുവിന്റെ പദ്ധതിയാ. പ്രിയരെ, മനസ്സിലാക്കിക്കോ. നരകത്തിലേക്ക് പോകുവാൻ 1000കണക്കിന് വഴികളുള്ളപ്പോ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്റെ യേശു ക്രിസ്തു കാണിച്ച ഇടുക്ക് വഴി മാത്രമാ. മറ്റെല്ലാ വഴിയോ നിന്നെ കളിപ്പിക്കുന്നതാ, നിന്നെ ചതിപ്പിക്കുന്നതാ. അതുകൊണ്ട് ആ വഴി പോകല്ലേ പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവമക്കളെ. ഒരേ ഒരു വഴിയേ ഉള്ളൂ സ്വർഗത്തിലേക്ക്. അത് നമ്മുടെ യേശു കാണിച്ച ഇടുക്ക് വഴി മാത്രമാ. മറ്റു വഴികളൊക്കെ നമുക്ക് തേനായും തേൻകട്ടയായും തോന്നും. കാരണം നമുക്ക് സുബോധമില്ല. ഹല്ലേലൂയ. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങള് ആ പിതാവിന്റെ സ്നേഹം ഭൂമിയിലേക്ക് കടന്നു വന്ന്, മനുഷ്യനായി കടന്നു വന്ന് ആ ശിക്ഷായാത്രയെ രക്ഷായാത്രയാക്കി മാറ്റി. ഇതാണ് പിതാവിന്റെ ബിസിനസ്സിലെ ആദ്യ വാക്ക്. 12-ാം വയസ്സിൽ തന്റെ ആദ്യ സന്ദേശം മാതാപിതാക്കന്മാരോട് പറഞ്ഞ യേശു, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ച യേശു 18 വർഷങ്ങൾക്ക് ശേഷം പിതാവിന്റെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ തന്റെ ആദ്യ സന്ദേശം ഇറക്കുമ്പോൾ ഒറ്റ വാക്ക്, കാലം തികഞ്ഞു.
പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാൻ ഇടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ.